ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ മാസം 50,000 തൊട്ട് 1,00,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു ബിസിനസ്സിനായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് നെയിം വേണം, FSSAയുടെ ലൈസൻസ് എടുക്കണം. അങ്ങനെ ബേസിക് എക്സ്പെൻസ് രജിസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 10,000 തൊട്ട് 20,000 രൂപ വരെ മാത്രമായിരിക്കും ചിലവാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഐസ്ക്രീം ബിസിനസിനെ കുറിച്ചാണ്. നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഫാക്ടറിയിലാണ് നിൽക്കുന്നത്. ആലുവയിലാണ് നമ്മളുള്ളത്. റഹ്മത്തിന്റെ മാനേജിംഗ് പാർട്ണറാണ്. എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നത്? ഫാമിലി ബിസിനസ് ആയിട്ട് നടത്തണോ? ഫാമിലി ബിസിനസ് ആണല്ലോ. ആരുടെ പാപ്പയുടെ ബിസിനസ് ആയിരുന്നോ? ശരിയാണ്. ഓക്കെ. അപ്പൊ ഞാനും എന്റെ സിസ്റ്ററും ഉണ്ട്, പിന്നെ എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളൊരു ഫാമിലി ബിസിനസ് ആയിട്ട് ചെയ്യുന്നു അല്ലേ? ബ്രാൻഡിന്റെ പേര് ആൽഫ എന്നാണ്. അത് 25 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡാണ് അല്ലേ? അപ്പൊ അത് കൂടാതെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. അതെന്താണ്? ഒരു ഐസ്ക്രീം ബിസിനസ് കുറെ പേർക്ക് നടത്താൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലേ? സാധാരണക്കാർക്ക് ഒരു ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഐസ്ക്രീം ബിസിനസ് തുടങ്ങാൻ. ഒരു എത്ര രൂപ വേണ്ടി വരും? ഒരു 1 crore മിനിമം വേണം. മിനിമം. ഡ്രീമായിട്ട് ഇതിലേക്കൊക്കെ വരുമ്പോൾ അത്രയും കയ്യിലെടുക്കാൻ എന്തായാലും എല്ലാവരെയും കാണത്തില്ല. അപ്പൊ അതിന് എന്ത് സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അവരുടെ ബ്രാൻഡിലുള്ള പാക്കിംഗ് മെറ്റീരിയൽ നമുക്ക് തന്നാൽ നമ്മൾ അവരുടെ ബ്രാൻഡിൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. നമുക്കൊരു കൺസൾട്ടിംഗ് ടീം ഉണ്ട്. അതായത് അവർക്കൊരു യുണീക് റെസിപ്പി നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. അത് വേറൊരു ബ്രാൻഡുകാർക്ക് പിന്നെ നമ്മൾ ഉണ്ടാവില്ല. അവർക്ക് അവരുടെ കയ്യിൽ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കുമോ? അവരുടെ റെസിപ്പി ചെയ്ത് കൊടുക്കും. ഓക്കെ. റെസിപ്പി ചെയ്തെടുക്കും. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ചെറിയൊരു പൈസക്ക് ഏത് തരം ചെയ്യാലോ? നമുക്ക് ബേസ് 3 ടൈപ്പ് ഉണ്ട്. ഫാറ്റ് ഉണ്ട്, മീഡിയം ഫാറ്റ് ഉണ്ട്, ഫുൾ ഫാറ്റ് ഉണ്ട്. പിന്നെ കപ്പ് ചെയ്ത് കൊടുക്കാം, കോൺ. പിന്നെ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഐസ്ക്രീമിന്റെ എന്ത് വെറൈറ്റി ഉണ്ട് അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ചെയ്യുള്ളൂ ഇപ്പൊ. ഫ്രൂട്ട്സ് നാച്ചുറൽ അതൊക്കെ തന്നെ നമ്മൾ ചെയ്യണം. അതെല്ലാം ചെയ്തോട്ടല്ലേ? അവർക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അപ്പൊ ചിലവർ പറയും നമുക്ക് ഒരു പുതിയ വെറൈറ്റി അത് ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചാൽ അതും നമ്മൾ ചെയ്തു കൊടുക്കും. എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്? 500 ലിറ്റർ കപ്പാസിറ്റി ആണ്. നമുക്ക് മൊത്തം 3000 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 3000 ലിറ്റർ അത്യാവശ്യം നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി ആയി. പിന്നെ ഡെയിലി നമുക്ക് ഒരു 2000 ലിറ്റർ പ്രൊഡക്ഷൻ ആണ് മിനിമം നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് 1000 ലിറ്റർ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമുക്ക് ആരെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിനകത്തൊരു റവന്യൂ ആണല്ലോ. റവന്യൂവിനെ കാട്ടി മേളിലിരിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് എന്തൊരു എത്ര ഒരു പെർസെന്റേജ് കണക്കാക്കുമ്പോൾ? അതെ, ഒരു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 25 to 30%. നമ്മുടെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഒരു 30% വരെ നമുക്ക് കിട്ടാം. ഗ്രോസ് പ്രോഫിറ്റ് അല്ല, നമ്മൾ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് ആണ്. എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് അല്ലേ? ഓൺ ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൽ ഡിസ്ട്രിബ്യൂഷനും ചെയ്യാം. അപ്പൊ ചിലവർക്ക് ബ്രാൻഡ് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫ്രീ ഡിസ്ട്രിബ്യൂഷനാണ്. അങ്ങനെ പേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. ഫാക്ടറി നേരിട്ട് വന്ന് കാണണമെങ്കിൽ കാണാൻ പറ്റുമല്ലോ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആലുവ പുളിഞ്ചോട് കമ്മത്ത് ലൈനാണ് വരുന്നത്. വിളിക്കാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിച്ചിട്ട് വന്നാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അല്ലേ? കാരണം പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം ഓരോ ദിവസവും ഓരോ തരം പ്രൊഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിളിച്ചിട്ട് കഴിഞ്ഞാൽ ഫുൾ പ്രൊഡക്ഷൻ ഉള്ള ദിവസം വരാം. കൂടുതൽ ഡീറ്റെയിൽ അറിയാം, ഇരുന്ന് സംസാരിക്കുക, എന്ത് പ്രോഫിറ്റ് ആണെന്ന് കിട്ടുന്നത്, എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ താഴെ നമ്പർ എടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി.